വീണ്ടും പാലാ നഗരസഭയിലേക്കാണ് ദിയ ബിനു പുളിക്കക്കണ്ടം ചെയർപേഴ്സണായി സത്യപ്രതിജ്ഞ ചെയ്തു. അഭിനന്ദന പ്രവാഹമാണ് 21 വയസ്സുകാരിയായ ഈ പെൺകുട്ടിക്ക്. നമ്മൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ബിദിനം ദാസാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിദിൻ, നഗരസഭയിൽ 21 വയസ്സുകാരിയായ ദിയ ബിനു പുളിക്കക്കണ്ടം ചെയർപേഴ്സണായി എന്ന ഒരു ചരിത്ര നേട്ടത്തിനപ്പുറത്തേക്ക് പാലായിൽ വലിയ രാഷ്ട്രീയ കൗതുകങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകമായ പാലായിൽ കേരള കോൺഗ്രസ് എമ്മിന് അടിപതർന്നു. അതിനെ മുതലെടുക്കുന്നതിനും അവരെ രാഷ്ട്രീയമായി പ്രതിയോഗിക്കുകയും ചെയ്യുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഒരു ചർച്ചകൾക്കും UDF-ലേക്ക് ദിയ പുളിക്കക്കണ്ടം അടക്കമുള്ള ആളുകളെ കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള MPയും ഒക്കെ ഉണ്ടാകുന്ന ഒരു കൗതുകം. അങ്ങനെ ഒരു അഭിമാന പ്രശ്നമായി എടുത്ത ഒരു ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നടന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ പിന്തുണ ഉറപ്പിച്ച് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുമ്പോൾ ഫ്രാൻസിസ് ജോർജ് MPയും മാനസി കാപ്പൻ MLAയും കേരള കോൺഗ്രസ് ജോസഫിന്റെ ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് അടക്കമുള്ള ആളുകൾ ഇവിടെ നേരിട്ടെത്തി ചടങ്ങുകൾക്കെല്ലാം തന്നെ ഭാഗമാകുന്നു. അവർ വലിയ തരത്തിലേക്ക് ആഹ്ലാദ പ്രകടനവും അഭിനന്ദിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആകെയുള്ള 26 അംഗ നഗരസഭാ കൗൺസിലിൽ 14 പേരുടെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ ദിയ ബിനു പുളിക്കക്കണ്ടം നഗരസഭയുടെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. BA എക്കണോമിക്സ് ബിരുദധാരിയായ ദിയ പുളിക്കക്കണ്ടം പഠനം പാതിവഴിയിൽ എത്തിയിട്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ചെയർപേഴ്സന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. രാവിലെ നമസ്കാരത്തിലടക്കം പറയുമ്പോൾ വലിയ ഉത്തരവാദിത്തമുള്ള വലിയൊരു മാർഗദർശനവുമായി ബന്ധപ്പെട്ട് വലിയൊരു പദ്ധതിയൊക്കെ മുന്നോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോകുന്നത് രാവിലെ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു. ആ അടിസ്ഥാനത്തിൽ എങ്ങനെയായിരിക്കും നഗരസഭയുടെ പ്രവർത്തനങ്ങൾ എന്നതൊക്കെ വലിയ രാഷ്ട്രീയ കൗതുകമായി നിലനിൽക്കുകയാണ്. അതിനെല്ലാം അപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനമായുള്ളത് കേരള കോൺഗ്രസിന്റെ തട്ടകത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ഈ പതനം, അത് സംസ്ഥാന വ്യാപകമായി തന്നെ കേരള കോൺഗ്രസിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ വിജയമായി UDF-ഉം ഒപ്പം കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ നഗരസഭ അധ്യക്ഷയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം നഗരസഭ അധ്യക്ഷയുടെ കസേരയിലേക്ക് ദിയ ബിനു പുളിക്കക്കണ്ടം എത്തിയിരിക്കുകയാണ്. അതിനുശേഷം അവിടെ അഭിനന്ദനം, വലിയ തരത്തിലുള്ള ആഹ്ലാദ പ്രകടനം അടക്കം നടക്കുന്നു. ഇനി നഗരസഭയിലെ ഉച്ചയ്ക്ക് ശേഷം വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണ്. കോൺഗ്രസ് വിമതയായി ജയിച്ചു വന്ന മായ രാഹുലിനെയാണ് UDF നഗരസഭയുടെ ഉപാധ്യക്ഷയായി മത്സരിപ്പിക്കുന്നത്. അവിടെയും വലിയ തോതിലുള്ള മത്സരം നടക്കും. ഏതായാലും നിലവിൽ ഇപ്പോൾ വലിയ ആഹ്ലാദ പ്രകടനത്തിലേക്ക് പാലായിൽ കോൺഗ്രസ് UDF പ്രവർത്തകർ പോയി. ബിദിനം ദാസാണ് പാലാ നഗരസഭയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.